നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിച്ചല്ലോ. നാളെ മുതൽ റൗണ്ട് ഓഫ് 16 പോരാട്ടങ്ങളിലേക്ക് പോവുകയാണ്. നിലവിൽ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഗോൾഡൻ ബൂട്ടിനുള്ള റേസിൽ മുന്നിൽ ആരാണ്? ഒരു പിടി താരങ്ങളുണ്ട്. ഒന്നാം സ്ഥാനത്ത് 3 ഗോളുകളുമായിട്ട് നിൽക്കുന്നവർ. ഒന്ന് അബു അലിയാണ്, അൽ അഹ്ലിയുടെ താരം. ടീം പുറത്തായി കഴിഞ്ഞു. ബെൻഫിക്കയുടെ ആംഹേൽ ഡി മരിയയുണ്ട്. ടീം മുന്നോട്ട് കടന്നിട്ടുണ്ട്. സാധ്യതകൾ ഇനിയും ഉണ്ട് എന്നർത്ഥം. പക്ഷേ അദ്ദേഹത്തിൻ്റെ 3 ഗോളുകളും പെനാൽറ്റി ഗോളാണ്. അതിനെന്താണ്, പെനാൽറ്റിയും ഗോളാണല്ലോ. അപ്പോൾ ആംഹേൽ ഡി മരിയ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. ബയൺ മ്യൂണിക്കിൻ്റെ ജമാൽ മുസിയാല, ബയൺ മ്യൂണിക്കിന് തന്നെ ഒലീസെ, യുവൻറ്റസിൻ്റെ യിൽഡിസ്, ഈ താരങ്ങളാണ് 3 ഗോളുകളുമായിട്ട് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. എന്നാൽ 2 ഗോളുകളുമായിട്ട് നിരവധി താരങ്ങളുണ്ട്. ബെൻഫിക്കയുടെ ബഴീഡോ, മോണ്ടറിയുടെ ബെർട്രേം, ബയൺ മ്യൂണിക്കിൻ്റെ കോമൻ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഡോക്കു, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫോഡൻ, യുവൻറ്റസിൻ്റെ ഫ്രാൻസിസ്കോ കോൺസിസാവോ, റയൽ മാഡ്രിഡിൻ്റെ ഗോൺസാലോ ഗാർസിയ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇൽകെ ഗുണ്ടോഗൻ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഏർലിംഗ് ഹാലൻഡ്, മുറഫാഗയുടെ ഇഗോർ ഹീസസ്, യുവൻറ്റസിൻ്റെ കോലമുവാനി, ഇൻ്റർ മിലാൻ്റെ ലൗട്ടറോ മാർട്ടീനസ്, ബോക്ക ജൂനിയേഴ്സിൻ്റെ മെറൻഡിയിൽ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീം പുറത്തായി കഴിഞ്ഞു. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പാബ്ലോ ബാരിയോസ്, അദ്ദേഹത്തിൻ്റെ ടീമും പുറത്തായി കഴിഞ്ഞു. ചെൽസിയുടെ പെഡ്രോ നെറ്റോ, മാംലോദി സൺഡൗൺസിൻ്റെ റെയ്നേഴ്സ്, അദ്ദേഹത്തിൻ്റെ ടീം പുറത്തായി. പോർട്ടോയുടെ സാമു, ടീം പുറത്തായി. ബയൺ മ്യൂണിക്കിൻ്റെ തോമസ് മുള്ളർ, റയൽ മാഡ്രിഡിൻ്റെ വാൽവർദെ, യുവൻറ്റസിൻ്റെ വ്ലഹോവിച്ച്, ഫ്ലമിംഗോയുടെ വാലസ് യാൻ എന്നിവർ 2 ഗോളുകളുമായിട്ട് തൊട്ടുപുറകിലുമുണ്ട്. സോ ഇപ്പോഴും തീരുമാനമായിട്ടില്ല ആര് കൊണ്ടുപോകും ഇത്തവണത്തെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഗോൾഡൻ ബൂട്ട് എന്ന്. റൗണ്ട് ഓഫ് 16 കടക്കുന്നു. റൗണ്ട് ഓഫ് 16 പിന്നെ ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. തീ പറക്കുന്ന പോരാട്ടമാണ് ഗോൾഡൻ ബൂട്ടിനും നടക്കുന്നത് എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.